ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞ പിന്നെ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അമ്മ തെരഞ്ഞിറങ്ങും. അപ്പൊ ഏതെങ്കിലും വഴിക്ക് അറിയും. ആ താൻ സംസാരിക്കണ്ട, ഞാൻ പറഞ്ഞോളാം. ഇത് പ്രിയങ്ക തന്നെയാണെന്ന് ഉറപ്പാണോ? ഏട്ടാ, പ്രിയങ്കയുടെ ഡ്രസ്സും പറ്റി രാധിക തിരിച്ചറിഞ്ഞു. അത് മൃതദേഹത്തിന്റെ അടുത്തുനിന്ന് കിട്ടിയത്. രാധികയാണെങ്കിൽ ഇവിടെ തളർന്നു വീണ് കിടക്കുക. ഏട്ടനൊന്ന് ഇങ്ങോട്ട് വരാമോ? ഞാനിപ്പോ തന്നെ അങ്ങോട്ട് വരാം. നീ രാധിക ശ്രദ്ധിക്കും. എടാ, നമ്മളിത് ഫേസ് ചെയ്തേ പറ്റൂ. ഞാനിത് അങ്ങോട്ട് വരാം. ശരി ഏട്ടാ. രാധിക, 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 കണ്ണു തുറക്ക രാധിക, 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 എണീക്ക്. പേടിക്കണ്ട, നീ ഏട്ടനിപ്പോ വരും. പേടിക്കണ്ട, താൻ ടെൻഷൻ അടിക്കാതെ. രാധിക, എന്തിനാ അവളെങ്ങനെ ആരവളുടെ ക്രൂരതയൊക്കെ ചെയ്തേ? അയ്യോ, അച്ഛനോടും അമ്മയോടും ഞാൻ എന്ത് പറയും? എന്തിനാ ദൈവം ഇങ്ങനൊരു വിധി ഞങ്ങൾക്ക് തന്നത്? പ്രിയ, എന്തിനാ അവള് പോയെ? രാധിക, കരയല്ലേ? മോളെ, മോളെ, നീ എന്താ ഈ നോക്കുന്നേ? പ്രിയങ്കയെ നോക്കി വരാന്നും പറഞ്ഞ രാധിക മോള് പോയത് ഇതുവരെ കണ്ടില്ലല്ലോ. ഇവിടെ നിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴേ എന്റെ അച്ഛൻ എന്നും പറഞ്ഞ് അവള് നെഞ്ചത്തടിച്ച് നിലവിളിക്കും. ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാ അവള് വേറെ ആളാ. പാത്തും പതുങ്ങിയും കാമുകനെ കാണാൻ പോയിട്ടുണ്ടാവും. പ്രിയമോളെ കാണണമെന്ന് ദേവേട്ടൻ ആഗ്രഹം പറഞ്ഞതാ. അത് കേട്ടിട്ടല്ലേ അവള് പോയത്. അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. നിന്റെ വിശ്വാസം അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നേ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ.
അമ്മയോട് ഞാനിത് എങ്ങനെ പറയും? ഏയ് പറയാൻ പാടില്ല. നോക്ക്, അച്ഛൻ ഒരിക്കലും ഈ കാര്യം അറിയാൻ പാടില്ല. അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞ പിന്നെ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അമ്മ തെരഞ്ഞിറങ്ങും. അപ്പൊ ഏതെങ്കിലും വഴിക്ക് അറിയും. ആ, താൻ സംസാരിക്കണ്ട, ഞാൻ പറഞ്ഞോളാം. ആ, ഹലോ അമ്മേ. ആ മോനെ, രാധിക മോൾ അടുത്തുണ്ടല്ലേ? ആ, അതെ അമ്മേ. രാധിക പ്രിയങ്ക തിരികെ വന്നത്. പ്രിയങ്ക ഒരു സ്ഥലം വരെ പോയിരിക്കുക. അയാൾ തിരിച്ചു വരുമ്പോൾ ഞാൻ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വരാം. മോന് ബുദ്ധിമുട്ടാവോ? ഏയ്, ഒരു ബുദ്ധിമുട്ടുമില്ല. അച്ഛൻ്റെ ആഗ്രഹമല്ലേ. ആ, ശരി അമ്മേ, ഞങ്ങൾ പെട്ടെന്ന് വരാം. അമ്മയുടെ ശബ്ദം കേട്ടിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ രാധിക, അച്ഛനും അമ്മയും ഇത് താങ്ങില്ല. എന്താ വേണ്ടെന്ന് നമ്മൾ ആലോചിക്കണം. നീ എന്താ ഈ പറയുന്നേ? പ്രിയങ്കയും കുട്ടി വരാമെന്ന് വരുൺ പറഞ്ഞോ? അതെ അമ്മേ, വരുൺ എന്നോട് ഉറപ്പ് പറഞ്ഞു. എന്തായാലും പ്രിയെ കൊണ്ടുവരുമെന്ന്. ഞാൻ ദേവേട്ടനോടൊന്ന് പറയട്ടെ. നാട് വിട്ടുപോയ പ്രിയങ്കയും കുട്ടി അവൻ എങ്ങനെ വരാനാ? ഇനി അവൻ പ്രിയങ്ക വിളിച്ചോ? അതൊന്നും അറിയണമല്ലോ. ആ, ഫോൺ ഓഫാണെന്ന് അറിഞ്ഞപ്പോ അന്വേഷിച്ച് നടക്കുകയായിരിക്കും. നടക്കട്ടെ, എന്റെ മോള് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കാണും. അറിഞ്ഞു മോളെ, നമ്മളെയൊക്കെ ഒരുപാട് വിഷമിപ്പിച്ചിട്ട് അവസാനമാണ് ഒരു കാര്യങ്ങളൊക്കെ എന്തായി? പോസ്റ്റ്മോർട്ടം നടക്കുക. എടാ, വീട്ടിൽ വിവരം അറിയിക്കണ്ടേ? എങ്ങനെയുണ്ട്? പ്രിയങ്കയുടെ അച്ഛൻ ഇതറിഞ്ഞ അദ്ദേഹം പിന്നെ